അവിടെ UDF-ന്റെ വലിയ കുതിച്ചുകയറ്റം ഉണ്ടാവുകയും 1228 UDF-ന്റെ ലീഡ് മാറുകയും ചെയ്തു എന്നതാണ്. അതായത് മൂന്നാം റൗണ്ടിൽ വലിയ വോട്ടുകൾ സമാഹരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞു. ഒന്നാം റൗണ്ടിൽ എന്തായാലും സി കൃഷ്ണകുമാരനായിരുന്നു ലീഡ്. പക്ഷേ രണ്ടാം റൗണ്ട് വന്നപ്പോഴേക്കും രാഹുൽ മാങ്കൂട്ടത്തിന് ലീഡ് കിട്ടി. മൂന്നാം റൗണ്ട് ഇപ്പോൾ നടക്കുമ്പോൾ അവിടെയും രാഹുൽ മാങ്കൂട്ടത്തിലാണ് ലീഡ്. അല്ലേ? ആദ്യ 2 റൗണ്ടുകൾ പൂർത്തിയാവുമ്പോഴും BJP ലീഡ് നിലനിർത്തിയിരുന്നു. പക്ഷേ ഒന്നാം റൗണ്ടിന്റെ മികവിലായിരുന്നു. അതാണ് സാഹചര്യം, അതാണ് അതിന്റെ കണക്കുകൾ. എന്തായാലും നമുക്ക് കണക്കുകൾ വിശദമായി ഓരോ റൗണ്ടിന്റെയും പരിശോധിക്കാം. ഇപ്പോഴത്തെ ചിത്രം ഇങ്ങനെയാണ്. പാലക്കാട് പറയുന്ന രാഷ്ട്രീയം, അവിടെ BJP-യുടെ കോട്ടകളിൽ തിരിച്ചടി ഉണ്ടാവുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കടന്നുകയറ്റം, UDF-ന്റെ കടന്നുകയറ്റം ഉണ്ടായി. പാലക്കാട് 1228 വോട്ടുകൾക്ക് UDF മുന്നിൽ നിൽക്കുന്നു എന്നതാണ് ചിത്രം. നഗരമേഖലകളുടെ മൂന്നാം റൗണ്ട് കൗണ്ട് ചെയ്യുമ്പോൾ തന്നെ ഇതാണ് ചിത്രമെങ്കിൽ 4-5 റൗണ്ടുകൾ നിർണായകമാണ്. അവിടെ UDF-ന്റെ സ്വാധീന മേഖലകളുണ്ടെന്ന് ഇടതുപക്ഷവും BJP-യും അംഗീകരിച്ച ഇടങ്ങൾ കൂടിയാണ്. അവിടെ സ്വാഭാവികമായും വലിയ മാറ്റമുണ്ടാവും. അങ്ങനെയെങ്കിൽ നഗരമേഖലകളിൽ UDF ലീഡ് നിലനിർത്തി പുറത്തിറങ്ങിയാൽ പിരായിലെത്തുമ്പോൾ ലീഡ് വീണ്ടും ഉയർത്തുമെന്നതാണ് സാഹചര്യം. അതായത് വലിയ മുന്നേറ്റം മൂന്നാം റൗണ്ടിൽ കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അല്ലേ? മൂന്നാം റൗണ്ട് വോട്ടെണ്ണിയ സ്ഥലങ്ങളിൽ വലിയ മുന്നേറ്റം, അതായത് രണ്ടാം റൗണ്ടിൽ നിലനിർത്തി പോന്നിരുന്ന ആ ലീഡ് കുറയ്ക്കുവാനും കഴിഞ്ഞു. 298-ന്റെ ആ ലീഡ് കുറയ്ക്കുവാനും ഉണ്ട് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അതുകൂടാതെ മൂന്നാം റൗണ്ടിൽ വോട്ട് പിടിച്ചെടുക്കാൻ കഴിഞ്ഞു. അങ്ങനെ 1228-ന്റെ ടോട്ടൽ ലീഡ് സമ്പാദിക്കാൻ കഴിഞ്ഞു. വലിയൊരു മുന്നേറ്റമാണ്. മഞ്ജുഷ, ഈ വരുന്ന കണക്കുകൾ BJP-ക്ക് നൽകുന്ന തിരിച്ചടി ചെറുതല്ല. കാരണം നഗരമേഖലകളിൽ ജയപരാജയങ്ങൾക്കപ്പുറം ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് ചോർച്ച ഉണ്ടായെങ്കിൽ അതിന് നേതൃത്വം മറുപടി പറയേണ്ട സാഹചര്യം വിശദമായ ചർച്ചകൾക്ക് ഇടവെക്കേണ്ടതാണ്. നമുക്ക് വിശദമായി LDF-ന്റെ വോട്ടുകൾ കൂടി നോക്കിയാലേ അത് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. നിലവിൽ 4120 വോട്ടുകൾ, അത് ഈ 1228-ന്റെ ലീഡ് വന്ന സമയത്തല്ല, അതിനു മുമ്പ് ഷാരിന്റെ വോട്ടുകൾ വളരെ പിന്നിലായിരുന്നു. അതെ, ഇപ്പൊ ചേലക്കര വീണ്ടും ചിത്രം മാറുന്നു. 5000-ൽ പരം വോട്ടുകൾ, 5032 വോട്ടുകളായി ഇടതുപക്ഷത്തിന്റെ ലീഡ് ഉയരുന്നു. ശക്തി മേഖലകളിൽ കൂടുതൽ സ്വാധീനം അർപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ മുന്നേറ്റം അവിടെ കാണാൻ കഴിയുന്നു. പക്ഷേ അത് എത്ര കണ്ട് ഭൂരിപക്ഷമായി നിലനിർത്താൻ കഴിയും വരുന്ന റൗണ്ടുകളിലും എന്നത് പ്രധാനപ്പെട്ടതാണ്. ചേലക്കര എത്തുമ്പോൾ ചേലക്കരയിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഭൂരിപക്ഷം നിലനിർത്തി മുന്നോട്ട് പോകാൻ കഴിയുമോ പ്രദീപിന്, പ്രദീപിന് എന്നത് പ്രധാനപ്പെട്ടതാണ്. വിജയിച്ചെങ്കിൽ തന്നെയും അത് മികച്ച ഭൂരിപക്ഷത്തിന് ആകുമോ എന്ന സംശയം നമുക്ക് വ്യക്തമാവേണ്ടതുണ്ട്. കാത്തിരിക്കാം വരുന്ന റൗണ്ടുകൾക്ക് വേണ്ടി. പാലക്കാട് 1228 വോട്ടുകളുമായി UDF രാഹുൽ മാങ്കൂട്ടം അവിടെ ഭൂരിപക്ഷം നിലനിർത്തുന്നു. 3 റൗണ്ട് കഴിഞ്ഞു. 3 റൗണ്ടിലാണ് ഇപ്പോൾ 1228 എന്നുള്ള ലീഡ് കിട്ടിയിരിക്കുന്നത്. 2 റൗണ്ട് കഴിഞ്ഞപ്പോൾ 798 വോട്ടിന്, നേരത്തെ നമ്മൾ ടാബ്ലേറ്റ് ചെയ്ത അതേ ഡേറ്റയാണ്, 798 വോട്ടിന്റെ ലീഡ് 2 റൗണ്ട് കഴിഞ്ഞപ്പോൾ സി കൃഷ്ണകുമാരൻ ഉണ്ടായിരുന്നു. അതാണ് മൂന്നാം റൗണ്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മറികടന്നത്. 1228 ആയിട്ട് ലീഡ് ഉയർത്തി. അതാണ് സാഹചര്യം സംഭവിച്ചിരിക്കുന്നത്. മൂന്നാം റൗണ്ട് വളരെ ക്രൂഷ്യൽ ആയിരുന്നു എന്നതാണ്. അതായത് ആദ്യ റൗണ്ടിൽ മാത്രമാണ് BJP-യുടെ ഒരു മേധാവിത്വം ഉണ്ടായത്. രണ്ടാം റൗണ്ടിൽ അവിടെ കോൺഗ്രസിന്റെ കുതിച്ചുകയറ്റം ഉണ്ടാവുന്നു. പക്ഷേ രണ്ടാം റൗണ്ട് പൂർത്തിയാകുമ്പോൾ ലീഡ് മറികടക്കുന്നില്ല. പക്ഷേ മൂന്നാം റൗണ്ട് ആരംഭിച്ചപ്പോൾ തന്നെ ലീഡ് മറികടക്കുന്നു. അവിടെ രാഹുൽ മാങ്കൂട്ടൻ ലീഡ് നേടുന്നു. മൂന്നാം റൗണ്ടിൽ പൂർണ്ണമായും അവിടെ UDF-ന്റെ വോട്ട് സമാഹരണമാണ് സംഭവിച്ചത്. 1228 വോട്ടുകളായ ലീഡ് ഉയർന്നു നിൽക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ ചിത്രം. ചേലക്കരയിലേക്ക് പോകുമ്പോൾ ചേലക്കരയിൽ അവിടെ ഇപ്പോൾ മൂന്നാമത്തെ പഞ്ചായത്ത് കൗണ്ട് ചെയ്ത് ആരംഭിച്ചിട്ടുണ്ട്. അതായത് വള്ളത്തോൾ നഗർ എന്ന പഞ്ചായത്ത് കൂടി മൂന്നാം റൗണ്ടിൽ LDF-ന്റെ ശക്തി കേന്ദ്രമാണ്. അതെ, 18 ബൂത്തുകളുള്ള അവിടെ കൗണ്ടിംഗ് ആരംഭിക്കുകയാണ്. അതായത് മൂന്നാം റൗണ്ടിൽ വള്ളത്തോൾ നഗർ ഏറെക്കുറെ പൂർണ്ണമായും കൗണ്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഇനി അവശേഷിക്കുന്നത് 4 ബൂത്തുകൾ കൂടിയാണ്. 4 ബൂത്തുകളും പാഞ്ഞാൾ പഞ്ചായത്തിന്റെ ബൂത്തുകൾ കൂടിയും അടുത്ത റൗണ്ടിൽ കൗണ്ട് ചെയ്യപ്പെടും. പാഞ്ഞാളും പ്രതീക്ഷിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ മേഖലയാണ്. അവിടെ ഭൂരിപക്ഷമാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ആ ഭൂരിപക്ഷം എത്ര കണ്ട് ഉയർത്താൻ പ്രദീപിന് കഴിയുമെന്നതാണ് വരുന്ന മിനിറ്റുകളിൽ നിർണായകമാകുന്നത്. ചേലക്കരയുടെ രാഷ്ട്രീയം ആർക്കൊപ്പം എന്നതിൽ നിർണായകമാകുന്ന ഏറ്റവും പ്രധാനം പാലക്കാട് 4-5 റൗണ്ടുകളിലേക്ക് കാര്യങ്ങൾ വരുന്നു എന്നുള്ളതാണ്. 4-5 റൗണ്ടുകൾ എന്ന് പറയുമ്പോൾ BJP-ക്ക് ഏറ്റവും ശക്തമായ കേന്ദ്രം അല്ലേ? ഈ പറയുന്ന 52ാമത്തെ ബൂത്തൊക്കെ ഉള്ളത് 4ാം റൗണ്ടിലാണ്. 52, 53, 54, 55, 56 വന്ന് അതൊരു 6ാം റൗണ്ട് ആവും. 5ാം റൗണ്ട് ആകുമ്പോഴേക്കും 57ാം നമ്പർ ബൂത്ത് അതിൽ കടന്നു വരുന്നു. 58, 59 ഇതൊക്കെ തങ്ങളുടെ ശക്തി കേന്ദ്രം എന്നാണ് BJP-യുടെ അവകാശവാദം. പഴയ കണക്കും അങ്ങനെ തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ അടുത്ത റൗണ്ട് ആദ്യ നിർണായകമാണ്. പക്ഷേ ഈ മൂന്നാം റൗണ്ടിൽ നേടിയ ഈ എഡ്ജ് ഉണ്ടല്ലോ, അത് രാഹുലിന്
വളരെ അല്ലേ തീർച്ചയായിട്ടും വില കൂടിയ ഒരു എഡ്ജ് തന്നെയാണ്. കാരണം ആ എഡ്ജിൽ നിന്നുകൊണ്ട് നഗരസഭയിൽ ഇനിയിപ്പോൾ BJP ലീഡ് നേടിയാൽ പോലും അല്ലേ അത് കഴിഞ്ഞ തവണത്തെ ലീഡിൽ നിന്ന് കുറയ്ക്കാൻ കഴിയുമെന്ന് തീർച്ചയായിട്ടും ഒരു തർക്കമില്ല കാര്യത്തിൽ. എന്തായാലും UDF ക്യാമ്പ് അവരുടെ വിജയം അങ്ങ് ഉറപ്പിക്കുകയാണ് എന്നതാണ് അവർ ആ ക്യാമ്പ് നൽകുന്ന സൂചനകൾ. ആഹ്ലാദ പ്രകടനം ആരംഭിക്കുന്നു. നഗരമേഖലകളിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ മുന്നേറ്റം ഉണ്ടാകുന്നു എന്നത് ആ പാലക്കാടിന്റെ രാഷ്ട്രീയം പൊതുവിൽ ആർക്കൊപ്പം നിന്നു എന്നതിന്റെ സൂചന കൂടിയായി അവർ കരുതുന്നു. കാരണം BJP കേന്ദ്രങ്ങളിലേക്ക് UDFന്റെ കടന്നുകയറ്റം ഉണ്ടായിട്ടുണ്ട്. ശ്രീധരൻ സമാഹരിച്ച വോട്ടുകൾ ഒപ്പമെത്താൻ കഴിയുന്നില്ല. അതായത് പൊതുവിൽ നിഷ്പക്ഷ വോട്ടുകളെ കൂടി സമാഹരിച്ചുകൊണ്ടായിരുന്നു ശ്രീധരന്റെ മുന്നേറ്റമെങ്കിൽ അതിനൊപ്പം എത്താൻ C. കൃഷ്ണകുമാറിന് കഴിഞ്ഞു.